ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഈ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് എഫക്ട്. അതായത് എഫക്റ്റ് അല്ല, ഇതൊരു കളർ ഗ്രേഡിംഗ് ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കാവുന്ന ഒരു കളർ ഗ്രേഡിംഗ് ആണ്. പക്ഷെ ഇപ്പൊ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കാറിന്റെ വീഡിയോസിനും ഈ ഒരു ബ്ലാക്ക് ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് സ്ഥലങ്ങളിൽ മാത്രം ഒരു ക്വാളിറ്റി ബ്ലാക്ക് എഫക്റ്റ് നമുക്ക് കാണാം. അപ്പൊ അതെങ്ങനെയാണ് ക്യാപ്ചർ ഈസി ആയിട്ട് ചെയ്തെടുക്കാന്നുള്ളത് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഒരു ബ്ലാക്ക് ഫസീനോ ആണ് എടുത്തത്. ഇത് എൻ്റെ സ്വന്തം സ്കൂട്ടിയാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് മറ്റേ ഒരു ബ്ലാക്ക് ഫിൽറ്റർ, ഒരു ക്വാളിറ്റി ബ്ലാക്ക് ഫിൽറ്റർ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഫസ്റ്റ് തന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ആദ്യം ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റും ഇതൊക്കെ ഒന്ന് സെറ്റപ്പാക്കി എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷാർപ്പിൽ പോവുക, ഒരു 30 ഇട്ടുക, ക്ലാരിറ്റി ഒരു 30 ഇട്ടുക. ഓക്കെ, HSL പോവുക. ഇവിടെയാണ് നമ്മളെ മെയിൻ സംഭവങ്ങൾ വരുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഈ രണ്ട് സാധനങ്ങൾ സാച്ചുറേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് എഫക്റ്റ് കിട്ടുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്ലൂ ആണോ, ഡാർക്ക് ബ്ലൂ അല്ലേ, ഡാർക്ക് ബ്ലൂവിന് സാച്ചുറേഷൻ കുറയ്ക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാം ആ ഒരു ബ്ലാക്ക് എഫക്റ്റ് കിട്ടി. ഇനി പർപ്പിൾ പോവുക, ഇതും അങ്ങോട്ട് കുറയ്ക്കുക. ഓക്കെ, നമ്മൾ പരിപാടി കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇതൊരു 50 ഇടാം, മഞ്ഞ പച്ച നമുക്ക് മഞ്ഞ ആക്കിയിട്ട് 50 ഇടാം. ഒരു ലൈറ്റ്നെസ് കുറയ്ക്കുക, ചുമപ്പും ആണെങ്കിൽ സാച്ചുറേഷൻ കുറയ്ക്കുക. ഓക്കെ, നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ഉള്ളൂ നിങ്ങൾ ഇരിക്കേണ്ട. പക്ഷേ നിങ്ങൾ ഓരോ വീഡിയോയിലും ഓരോ എഫക്റ്റ് ചേർക്കുക. ഇതിപ്പം ഈ ഒരു എഫക്റ്റ് ഇങ്ങനെ ചേർത്തിട്ട് ഈ ഫിൽറ്റർ 1 മുതൽ ലാസ്റ്റ് വരെ അങ്ങനെ വലിച്ചിടാൻ പാടില്ല. അപ്പം നമുക്ക് ഇതിലും കൂടി ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താണെങ്കിൽ ഓക്കെ, വിഗ്നെറ്റും കൂടി ആഡ് ചെയ്യാം. നമുക്ക് വൈറ്റ് ഒരു 10 ഇടാം. ഓക്കെ, ഇത് ഇനി ഒരു സാച്ചുറേഷൻ ഒരു -10 ഇടാം. ആ വൈറ്റ് കുറച്ച് നമുക്ക് കുറയ്ക്കാം, ഒരു 5 ഇടാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം. ഇത് നമ്മൾ ഒന്നും ചെയ്യാത്തത്, ഇത് നമ്മൾ എഡിറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഡിഫറൻസ് കാണാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ വീഡിയോസിലും ഇതൊന്നിങ്ങനെ ഈ ആദ്യം തൊട്ട് ഇങ്ങനെ ലാസ്റ്റ് വരെ ഇങ്ങനെ വലിച്ചിടരുത്. അപ്പോൾ ഓരോരോ വീഡിയോസിനും ഓരോരോ HSL ചെയ്യാം. അപ്പം നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ തന്നെ സ്വന്തമൊക്കെ ഒരു ഫിൽറ്റർ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ പ്രീസെറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എല്ലാ പ്രീസെറ്റും നമ്മളെ വീഡിയോക്ക് യൂസായി വരില്ല. അപ്പം എല്ലാത്തിലും ഇതന്നെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ഒരു വേറെ വീഡിയോ, ഇത് വേറെ വീഡിയോ ആണെങ്കിൽ ഇത് ഇങ്ങനെ എടുത്തിട്ടേത്. ഓക്കെ, ഇവിടെ വേറെ ഉണ്ടാക്കണം, ഇവിടെ വേറെ ഉണ്ടാക്കണം, അങ്ങനെ വേറെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് DM അയക്കുക. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് താഴ്ത്തിട്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൗണ്ട് ബോക്സ് എന്തിനൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്. അതിൽ തന്നെ കുറച്ച് ഫേമസ് സൗണ്ട് ബോക്സ് ഞാൻ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. See you.